ഹലോ ഗൈസ്, തഗ് ലൈഫ് എന്നാ അഭിപ്രായം എന്നാ? അങ്ങനെ ചോദിക്കണ്ടേ? എന്നാ പിന്നെന്താ ചോദിക്കണ്ടില്ല? അല്ല പിന്നെന്താ ചോദിക്കണ? ഞാൻ ചോദിക്കണ്ടില്ല. അത് നീ പറ എന്നാ അഭിപ്രായം. അല്ല ഈ പറഞ്ഞോ പറഞ്ഞോ, എനക്ക് പറയാനൊന്നുമില്ല. പറഞ്ഞോ. ഒരു എന്നാ പറയണ്ട്, കഥയെല്ലാം ഭയങ്കര ക്ലീശ കഥ. കഥയായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇങ്ങനെ പുച്ഛാന്ന്. കണ്ടു മടുത്ത ടൈപ്പ് ഓഫ് കഥ. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന കാണാൻ രസമുണ്ട്. അത്രയില്ല, അതുകൊണ്ട് കാണാം, എടുത്തു വെച്ചത് കൊണ്ട് കാണാം. ഫസ്റ്റ് ഹാഫ് വരെ എന്തിനാന്നുള്ള ഒരു ഡൗട്ടാണ്. എന്തിനാ നമ്മൾ ഈ സിനിമ കാണണം? അത് അതിന്റെ വേർഡ് കിട്ടുന്നില്ല. ഈടെ ഒരു സാധനം കാണിച്ചിട്ടല്ലേ അമ്മ അങ്ങോട്ട് എത്തണ്ട് പടം. പക്ഷെ ഈടെ ഒരു സാധനം ഇല്ല, ഇങ്ങനെ കഥ പോണു, ഒരു കഥയില്ലാണ്ട് പോന്നൊക്കെ. ഇതില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോ പിന്നെ ഫുള്ളൊരു കോമഡിയാണ്. കൊറേ മാസാക്കാൻ നോക്കി സംഭവം എല്ലാം. പക്ഷെ നമുക്ക് നമ്മ ഇങ്ങനെ ചിന്തിക്കൂലേ ഇതൊന്നും ലോജിക്ക് ഇല്ല. പക്ഷെ ഇത് ഒരാൾക്ക് എത്ര ബുള്ളറ്റ് മാക്സിമം ഇതാവും, എന്നാലും ചാവുന്നില്ല. അതാ ലോജിക്കില്ല. എന്നാലും കുറച്ചെങ്കിലും ഒരു മര്യാദ നമുക്ക് അല്ലേ? ലോജിക്കില്ല, പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്നെല്ലാം കാണാൻ രസമുണ്ട്. സ്കോറിംഗ് ആണെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ടീംസാണ് ചെയ്തത്. ഏത് വില്ലേജില് എല്ലാത്തിനും റഹ്മാനിലാണ്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് കാണാന്നില്ല പടം. മലയാളത്തിലെ കുറെ ആൾക്കാരുണ്ട്, അവര് ഇപ്പൊ അതങ്ങനെ ജോർജ് കോമൺ ആയിട്ട് ഇല്ലവർ തന്നെ ഇതിലുണ്ട്. തമിഴ് സിനിമയിൽ ഇല്ലവര്. പിന്നെ പാട്ടെല്ലാം നല്ല രസമുണ്ട്. മേക്കിംഗ് ആകും പറഞ്ഞ പോലെ മേക്കിംഗ് നല്ല രസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാന്നേ ഇല്ല. ഇല്ലെങ്കിൽ കഥ ബേസ് ഒരു മൂവി അല്ലെങ്കിൽ ഇതില്ല, എന്നാ ഒരു ബോറടി ഇല്ല. ഇതിലൊന്നുമില്ല, പക്ഷെ ബോറടി സംഭവം ഇല്ലല്ലോ. ഇങ്ങനെ കാണാം, പിന്നെ കാണാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ കാണാം. വൺ ടൈം വാച്ചബിൾ എന്നാണ് പറയുന്നത്. എന്നാ റബ്ബറല്ലേ പുള്ളിക്കാരൻ എന്തെന്ന് ചാവാത്തത്? അതെ, അത് പറഞ്ഞാല് ഇതാവും വീഴുന്നത്. നമ്മ ഇത് ഒരു 10-60 വയസ്സില്ല പോട്ടെ, ഒരു 50 വയസ്സന്നെ കൂട്ടിക്കോ, കക്കൂസിൽ വീണ എല്ലാം ഒട്ടി. ഇത് മറ്റേ കൊക്കയെന്നെല്ലാം വീണാ പിന്നെ എങ്ങനെയാണോ സർവേ? കൊക്ക ഇടുത്ത കൊക്ക എല്ലാത്തോണ്ട് കുഴപ്പമില്ല. മഞ്ഞ എന്തായാലും തിരിച്ചു വരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ലാസ്റ്റ് ഒന്നല്ല എല്ലാവരും കളിയാക്കിയാണ് പണ്ട് കൊക്കയെന്ന് ഇതേപോലെ മഞ്ഞത്ത് വീണ്ടി. അതെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അത് ഒന്നും പറയണ്ടാവില്ല, ഇല്ല അത് പറഞ്ഞാല്. പക്ഷെ എന്ത് കാണിക്കും അതിനുശേഷം ഒരു BGM സ്കോർ ചെയ്യുമ്പോ നല്ല ഇതുണ്ട്. പക്ഷെ അത് അത്ര ഫീൽ ആവുന്നില്ല നമുക്ക്. ചിരിച്ച് കണ്ടോണ്ട് പിന്നെ മാസ് കാണിക്കുമ്പോ എല്ലാരും മാസ് അല്ല, ഒരാളെ കൊല്ലുമ്പോ സംഭവം വരുന്നില്ലേ? അങ്ങനെ സ്റ്റാർ വാല്യൂ ഇല്ലവരായോണ്ട് കണ്ടിക്ക. എല്ലാരും അങ്ങനത്തെ അല്ലേ. കമൽഹാസൻ വന്ന് നിൽക്കുമ്പോ നമുക്കൊരു ഇതില്ലേ, കമൽഹാസനാണ്. അതുകൊണ്ട് എനക്ക് കുറച്ച് ഇതുണ്ടായി പറഞ്ഞു. ഇങ്ങനെ ഒരു പടം, ഇങ്ങനെ ഒരു കഥയില്ലാണ്ട് ഒരു കഥ പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ക്ലീശേ. ഏത് കൊണ്ട ലിയോരെല്ലാം പാർട്ടുണ്ട് കുറെ. മോൻ ഇതായിട്ട് ഇരുന്ന് മനസ്സിലായിട്ടാ കൊറച്ചല്ല, അങ്ങനത്തെ അല്ല. കഥ ഈ കഥയില്ലാണ്ട് എടുത്താണൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു കഥ ഇങ്ങനെ ഒപ്പിച്ചിട്ട് സിനിമ എടുത്തോ പണ്ടത്തെ എല്ലാം കഥ ആണൊക്കെ. ഒരു ഗ്യാങ്സ്റ്റർ പടം ഒന്നുമില്ല. ഇതിങ്ങനെ തലപ്പത്താവാൻ നോക്കുന്നു, ഒരാളെടുത്ത് വളർത്തുന്നു, ഇതിലെല്ലാം ഉണ്ടാവില്ലേ? അതിങ്ങനെ തേടി തൊടാണ്ടല്ലേ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ ബോറടി ഒന്നും ഫീലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ചെയ്തിട്ടില്ല, ഇനി ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ സാധ്യത. എന്താ വെച്ചാൽ നമ്മിങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണേ, ഫ്രെയിമും അങ്ങനെ കാണുമ്പോ രസം തോന്നുന്നു. നമ്മളിപ്പുറത്തിരിക്കുന്ന ചെങ്ങായാലും ഒരേ വാർത്ത ഒച്ചത്തില്. നമ്മളിപ്പോ ഇരിക്കുന്ന ആള് പിന്നെ എണീച്ച് പോയില്ലേ? അവരാദ്യം തൊട്ടേ ചൊറയാണ്ടായിരുന്നു, ഒച്ചപ്പാടായിക്കൊണ്ടാക്കുന്നുണ്ടേ. പിന്നെ രണ്ടാളും കൂടെ എണീച്ച് പോയി. ഇപ്പുറത്തെ ഒരു റീല് കാണുന്നുണ്ടായി. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എനക്കൊന്ന് പോപ്പുലാരിറ്റിക്ക് ഇഷ്ടപ്പെടാൻ അതില്ല. അപ്പം ഫായിസ് നമുക്ക് ഇന്ന് നമ്മളെ വിട്ട് ഇന്ന് പോയിട്ടുണ്ട്. അതായത് വീഡിയോ വന്നിട്ടില്ല. ആ കാര്യം ഭയങ്കര കോമഡി ആട്ടോ. എന്താ വരാത്ത കോമഡി ഭയങ്കര. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു അത് അടുത്തേലോളം പറയാം. സർപ്രൈസ് ആണ്. കേട്ട കോമഡി ആയിട്ട് ചിരിക്കും. അങ്ങനത്തെയാണ്. പൂച്ച മാന്തിയതോ നായി മാന്തിയതോ ഒന്നും അല്ല. ഒരു കിടല സാധനം മാന്തിയതോ കടിച്ചതോ അങ്ങനത്തെയാണല്ലേ?
അതും ഇവിടെ അത്ര കോമൺ അല്ലാത്തൊരു മൃഗം. ഫായിസിനെ അറിയുന്നവർക്ക് അറിയാം എന്ത് മൃഗാന്നല്ലേ, എന്നാന്ന് ഇതിന്റെ മുമ്പേ കുറച്ച് അല്ലേ. അത് ഇവിടെ സിനിമ റിവ്യൂ എടുക്കാം. അപ്പം അല്ലേ, അപ്പൊ വേണ്ടവർ പോയി കാണോ, ഇഷ്ടപ്പെടുന്നവർ പോയി കാണോ, റിവ്യൂ നോക്കി പോയി കാണാണ്ടിരിക്കുക. കാണേണ്ട ഒരു മണിരക്തം മൂവിലും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പോയി കാണാം. അപ്പം ഓക്കെ അല്ലേ, കാണോ പോയി കാണോ. ഓക്കെ ബൈ.